ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ടൊമാറ്റോ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2-3 സവോള, ടൊമാറ്റോ, നമ്മുടെ ഗാർലിക്കും നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുകൊന്ന് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോയും ഗാർലിക്കും നമ്മുടെ സവോളയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഒരാൾ എന്നെ സഹായിക്കാൻ വന്നതാണ്, സച്ചോട്ടനാണ്. ഈ സമയത്തൊന്നും ആളിനെ ഇങ്ങോട്ട് കാണാനില്ലാത്തതാണ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇഡലി തട്ടിലേക്ക് മാവ് ഒടിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതേ നമ്മൾ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വേവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ വാട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ടൊമാറ്റോയിൽ നിന്ന് തന്നെ വാട്ടറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഒന്ന് കറിയൊന്ന് എനിക്ക് കറിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, ഒന്ന് വെറ്റാനുണ്ട്. ഇതാ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.